എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീതമായ നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ്, അതായത് 2024 ജൂൺ 29 ബുധൻ കർക്കടകൻ രാശിയിലേക്ക് സ്ഥാനം മാറുകയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് രംഗത്ത് നേട്ടമുണ്ടാക്കാനിടയുള്ള നക്ഷത്രക്കാർ ആരെല്ലാമാണെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബുധൻ എന്ന് പറയുന്നത് സൂര്യനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ സൗരയൂഥത്തിലെ ജ്യോതിഷ സങ്കല്പം അനുസരിച്ച് സൂര്യൻ രാജാവും ബുധൻ രാജകുമാരനുമാണ്. സൂര്യനോട് എപ്പോഴും ചേർന്നാണ് ബുധൻ സഞ്ചരിക്കുന്നത്. ചില ഭാവങ്ങളിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ ആ കൂറുകാർക്ക് വലിയ ധനഭാഗ്യ യോഗം ബുധൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാപാരത്തിൽ അഭ്യുന്നതി കൊടുക്കുന്നു, വ്യാപാരത്തിലൂടെ നല്ല ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ബുധൻ ഇപ്പോൾ കർക്കടകത്തിലേക്ക് രാശി മാറിയപ്പോൾ, മിഥുനത്തിൽ നിന്നും കർക്കടകത്തിലേക്ക് മാറിയപ്പോൾ ആർക്കൊക്കെയാണ് ഗുണമുണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സാധാരണ 15 ദിവസം മുതൽ 20 ദിവസമൊക്കെ ആകുമ്പോഴാണ് ബുധന് രാശി മാറുന്നത്. സൂര്യനും ബുധനും എപ്പോഴും ഒരേ രാശിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത രാശികളിലോ ആയിരിക്കും സഞ്ചരിക്കുന്നത്. ഇനി ശുക്രനും കൂടെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കർക്കടകൻ രാശിയിലേക്ക് എത്തുകയാണ്. അപ്പോഴേ വ്യാപാര നേട്ടങ്ങൾ വളരെയേറെ വർദ്ധിക്കുന്നതാണ്. ഇപ്പോൾ കർക്കടകൻ രാശിയിലേക്ക് ബുധൻ സ്ഥാനം മാറുമ്പോൾ നമ്മൾ ഫലദീപിയിലെ ഒരു പ്രമാണം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. 1-ാം ഭാവം മുതൽ 12-ാം ഭാവം വരെയുള്ള ഭാവങ്ങളിൽ കൂടെ ബുധൻ താൽക്കാലികമായിട്ട് സഞ്ചരിക്കുമ്പോൾ, അല്ലെ ബുധൻ്റെ ഗ്രഹചാര ഫലം കൊണ്ട്, ഗ്രഹസഞ്ചാരം കൊണ്ട് ഉണ്ടാകുന്ന ഫലത്തെ പറ്റിയുള്ള ഒരു ശ്ലോകം പറഞ്ഞു തുടങ്ങാം. വിത്തക്ഷയം ശ്രിയം അരാതിഭയം ധനാപ്തിം പാര്യാതനൂജകലഹം വിജയം വിരോധം പുത്രാർത്ഥലാഭമഥ വിഘ്നമശേഷ സൗഖ്യം പുഷ്ടിം പരാഭവഭയം പ്രകരോധി ചാന്ദ്രി. ചാന്ദ്രി എന്ന് പറഞ്ഞാൽ ബുധനാണ്, ചന്ദ്രൻ്റെ പുത്രനാണ് ബുധൻ എന്നാണ് സങ്കല്പം. അപ്പം നമുക്ക് കൂടുതൽ വിശദീകരിക്കാതെ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് വ്യാപാരത്തിൽ നല്ല ഗുണം കിട്ടുന്നത് എന്ന് നോക്കാം. ആദ്യത്തേത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ്. പ്രധാനമായിട്ടും മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗത്തിനാണ് കൂടുതൽ ഫലം അനുഭവപ്പെടുന്നതെങ്കിലും കാർത്തികക്കാർക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യം കൂടി ഇപ്പോൾ ലഭിക്കുന്നത് കൊണ്ട് അവർക്ക് പൂർണ്ണമായിട്ടും ആ നക്ഷത്രം കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. ബുധൻ്റെ ഗ്രഹചാര ഫലം കൊണ്ട് നേട്ടം കിട്ടുന്നതായിട്ട്. മേടക്കൂറിൽ ഉൾപ്പെടുന്ന ഈ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് 3-ാം ഭാവത്തിൻ്റെ 6-ാം ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ. ഇപ്പോഴ് ഈ നക്ഷത്രക്കാരുടെ 4-ാം ഭാവത്തിലേക്കാണ് ബുധൻ സംക്രമിച്ചിട്ടുള്ളത്. അതായത് മേടക്കൂറിൻ്റെ 4-ാം ഭാവമായ കർക്കടകത്തിലേക്കാണ് ബുധന് എത്തിച്ചേർന്നിട്ടുള്ളത്. 4-ാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ ധനാപ്തി അല്ലെങ്കിൽ ധനലാഭം ആണ് ഫലം. മേടക്കൂറിൽ ജനിച്ച ബിസിനസ്സുകാർക്ക്, അശ്വതി ഭരണി കാർത്തിക നക്ഷത്രങ്ങളിൽ ജനിച്ച ബിസിനസ്സുകാർക്ക് ഈ സമയം വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ സ്ഥിര വരുമാനത്തിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കും ഒക്കെ ഗുണകരമായ ഒരു സമയമാണ്. മറ്റു പല ഗ്രഹനിലകളും ഉണ്ട്, അതുകൂടെ ഇതിനകത്ത് ചേർത്ത് പറയാം. അപ്പം ഈ ബുധൻ്റെ ട്രാൻസിറ്റ് ഇവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു സമയമാണ്. ശുക്രൻ കൂടെ പുറകെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇത് വളരെയേറെ വർദ്ധിക്കും. ബുധൻ 4-ൽ സഞ്ചരിക്കുന്നതും ശുക്രൻ 4-ൽ സഞ്ചരിക്കുന്നതുമായ കാലം വലിയ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ആഴ്ച കുറച്ച് അലച്ചിൽ കൂടുതലായിരിക്കും. ജൂലൈ ആദ്യ വാരം അലച്ചിൽ ഉണ്ടെങ്കിലും വലിയൊരു പ്രയാസം എന്ന് പറഞ്ഞുകൂടാ. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ ഒക്കെ സഹായത്തോടെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉന്നതരുടെ സഹായത്തോടെ ലാഭകരമായ പല പദ്ധതികളുടെയും ഭാഗമാകാൻ സാധിക്കും. അതായത് പല പല വ്യാപാര രംഗത്തുള്ള പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപാരം വിപുലപ്പെടുത്താനായിട്ട് ഈ ബുധൻ്റെ ട്രാൻസിറ്റ് സമയത്ത് നമുക്ക് സാധിക്കും. സർക്കാരിൽ നിന്നും പല പല ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുള്ള സമയമാണ്. അധിക വരുമാന സ്രോതസ്സുകളിലൂടെ നേട്ടം കിട്ടുന്ന സമയമാണ് ബിസിനസ്സുകാർക്ക്. അതായത് ഒരു മെയിൻ ബിസിനസ്സിൻ്റെ കൂട്ടത്തിൽ സബ്സിഡിയറി ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകളിൽ കൂടെയും ലാഭം വന്നു ചേരുന്നതാണ്. പിന്നെ നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ലാഭം കിട്ടുന്നുണ്ട്, ചിട്ടുകളിൽ നിന്നൊക്കെ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. ആഡംബര കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ പണം ചെലവഴിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് വേണം. പ്രണയബന്ധങ്ങൾക്കൊക്കെ നല്ല കാലമാണ്. പക്ഷേ അതിനും ധനച്ചെലവ് പാർട്ടി നടത്താനോ അങ്ങനെ അല്ലെങ്കിൽ ഉല്ലാസയാത്രകൾ നടത്താനോ ഒക്കെ
അത് കുറച്ച് പണച്ചെലവ് കൂടാനുള്ള സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റ് ഗ്രഹങ്ങൾ കൊണ്ട് ഉള്ള ഫലം കൂടെ നമ്മൾ നോക്കുമ്പം മേടക്കൂറുകാരുടെ 11-ലാണ് ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗുണകരമാണ്. പല കാര്യങ്ങളിലും ബുദ്ധിപരമായിട്ട് തീരുമാനമെടുക്കാനും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ 11-ലെ ശനി സഹായിക്കും. ആദായം വർദ്ധിക്കുന്നതാണ്. കൃഷിയിലൂടെയുള്ള സാമ്പത്തിക ലാഭവും ഉണ്ടാകും. യന്ത്രങ്ങളും യന്ത്ര സാമഗ്രികളും സ്പെയർ പാർട്സ് ഒക്കെ വിൽക്കുന്നവർക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. മറ്റ് പല ബിസിനസ്സുകളും, അതായത് ശനിയുമായിട്ട് ബന്ധപ്പെട്ടും ബുധനുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ ചെയ്യുന്ന പല ബിസിനസ്സുകളും ഈ സമയത്ത് വളരെ ലാഭകരമായിരിക്കും. പിന്നെ മേട രാശിയിൽ കൂടെയാണ് ചൊവ്വ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതും ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. 1-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് ദോഷകരമാണ് എന്ന് ഫലദീപികയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ 1-ാം ഭാവം എന്ന് പറയുന്നത്, അതായത് അശ്വതി, ഭരണി, കാർത്തിക ഉൾപ്പെടുന്ന മേടക്കൂറിൻ്റെ 1-ാം ഭാവം എന്ന് പറയുന്നത് ചൊവ്വയുടെ മൂലത്രികോൺ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വ അവിടെ ഗുണങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിൽ നോക്കിയേ, മേടക്കൂറിൽപ്പെടുന്ന അശ്വതി, ഭരണി, കാർത്തികക്കാർക്ക് വളരെ ഗുണകരമാണ്. പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ വർദ്ധിക്കും. നന്നായിട്ട് ബിസിനസ് ഡീലിംഗ് നടത്താനായിട്ട് സാധിക്കും. മാത്രമല്ല വ്യാഴം 2-ാം ഭാവത്തിൽ, ധനഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതും വളരെ ഗുണകരമായിരിക്കും. അപ്പോൾ അടുത്ത ഒരു 2 ആഴ്ച വളരെ ശ്രദ്ധിച്ച് വ്യാപാരം ചെയ്താൽ നല്ല ലാഭം ഉണ്ടാക്കാൻ മേടക്കൂറിൽപ്പെടുന്ന ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ ശ്രദ്ധിച്ച് ചെയ്യുക. ബുധൻ ജാതകത്തിൽ ദോഷകരമായിട്ടോ അല്ലെങ്കിൽ ദശാകാലം ദോഷകരമായിട്ടോ ഒക്കെ ഉള്ളവർ ശ്രീകൃഷ്ണ ഭഗവാന് ബുധനാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിക്കുക, തുളസിമാല സമർപ്പിക്കുക. നിങ്ങളുടെ പക്കപ്പിറന്നാൾ ഈ മാസം ഉള്ള ദിവസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാൽപ്പായസം സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് വഴിപാടുകൾ ചെയ്യുക. ഗണപതി ഹോമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊടുത്താൽ മതി, അധികം ധനമൊന്നും ചെലവഴിക്കേണ്ട. ഗണപതി ഭഗവാന് മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സമർപ്പിച്ചാൽ ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം മാറിയിട്ട് ഈ ധനം നന്നായിട്ട് നമ്മളിലേക്ക് വരാനായിട്ടത് ഗുണകരമാണ്. അടുത്ത 3 നക്ഷത്രങ്ങൾ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളാണ്. അതായത് മിഥുനക്കൂറിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ 3/4 ഭാഗം, ഇത്രയും മകയിരത്തിൻ്റെ 2ാമത്തെ പകുതി, തിരുവാതിര, പുണർദം. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാണ്. മകയിരത്തിന് ഈ പറഞ്ഞ പോലെ ഒരു വ്യാഴാനുകൂല്യം കിട്ടുന്നുണ്ട്. ബുധൻ്റെ, ശുക്രൻ്റെ ഒക്കെ ഒരു ചെറിയ ആനുകൂല്യം കിട്ടുന്നത് കൊണ്ട് അതും കൂടെ പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്താം. മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന മിഥുനക്കൂറിൻ്റെ അധിപനാണ് ബുധൻ. അതുപോലെ അതിൻ്റെ 4-ാം ഭാവമായ കന്നിയുടെ അധിപനും ബുധൻ തന്നെയാണ്. ഈ ബുധനാണ് മിഥുനത്തിൻ്റെ 2-ാം ഭാവമായ കർക്കടകത്തിലേക്ക് മാറുന്നത്. അതായത് മിഥുനക്കൂറുകാർക്ക് ബുധൻ 2-ലാണ്, ധനഭാവത്തിലേക്കാണ് മാറുന്നത്. അപ്പം 2-ാം ഭാവത്തിൽ ശ്രിയം അല്ലെങ്കിൽ ഐശ്വര്യം ആണ് ബുധൻ 2-ാം ഭാവത്തിൽ വരുമ്പോഴുള്ള ഫലം. അപ്പോൾ തീർച്ചയായിട്ടും ബിസിനസ്സിൽ ഈ നക്ഷത്രക്കാർക്ക് വളരെയേറെ ഗുണകരമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. തങ്ങളുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും പ്രായോഗികമായ പ്രവർത്തനങ്ങൾ കൊണ്ടും നല്ല ലാഭം ഈ സമയത്ത് ഈ 3 നക്ഷത്രക്കാർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മികച്ച ലാഭം ഉണ്ടാക്കാം. ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ഇതിനുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. ചെറിയ തടസ്സമൊന്നും വന്നാൽ ഒട്ടും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബുധൻ്റെ ഈ ട്രാൻസിറ്റ് സമയത്ത്, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ബുധന് പിന്നെ കർക്കടകത്തിൽ കൂടെ സഞ്ചരിക്കുന്നത്. എങ്കിലും ഈ ബുധൻ്റെ കൂടെ തന്നെ ശുക്രനും കൂടെ എത്തുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ബുധനും ശുക്രനും കൂടെ കർക്കടകത്തിൽ വരുമ്പോഴത്തേക്കും വളരെ ഗുണകരമാണ്. ധനത്തിൻ്റെ ഭാവത്തിലാണ് ഈ ബുധനും ശുക്രനും എത്തിച്ചേരുന്നത്. ബുധൻ ഇപ്പോൾ ട്രാൻസിറ്റ് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ധനത്തിൻ്റെ വരവ് വർദ്ധിക്കുന്നതാണ്. നിരവധി അവസരങ്ങൾ നമുക്ക് തുറന്നു വരും. റിയൽ എസ്റ്റേറ്റിലുമൊക്കെ നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ മാർക്കറ്റിംഗ് മേഖലയിൽ നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. മംഗളകരമായ പല പരിപാടികളിലും ഭാഗമാകാൻ സാധിക്കും. അവിടെയും ധാരാളം പേരെ പരിചയപ്പെടാനും അതിലൂടെ ബിസിനസ് അവസരങ്ങൾ തുറന്നു കിട്ടാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ കുടുംബത്തിലെ മംഗളകരമായ അന്തരീക്ഷം ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ ബന്ധുക്കളൊക്കെ ഒന്നിച്ചു കൂടും. അവിടെ വെച്ചും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് അവസരങ്ങൾ തുറന്നു കിട്ടും. ആരെങ്കിലുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സംഭവമുണ്ട്, ഒന്ന് ചെയ്ത് നോക്കുന്നോ, അല്ലെങ്കിൽ ഒരാളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് നമുക്ക് പുതിയൊരു ആശയം, പ്രായോഗിക ബുദ്ധിയാണ് ഈ സമയത്ത് മിഥുനക്കാർക്ക് ഗുണകരമാകുന്നത്, മിഥുനക്കൂറുകാർക്ക് ഗുണകരമാകുന്നത്.
അപ്പോൾ ഈ മകയിരം തിരുവാതിര മുടർന്ന നക്ഷത്രക്കാർ ആളുകളുമായിട്ട് സംസാരിക്കുമ്പം അവരുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കാതോർക്കുക. അതായത് നമ്മുടെ സംസാരത്തിനിടയ്ക്ക് റീഡിങ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്ന പോലെ മറ്റുള്ളവരുടെ സംഭാഷണത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് വരികൾക്കിടയിലൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് പുതിയ ആശയങ്ങൾ കിട്ടുന്ന സന്ദർഭമാണ്. അത് നമ്മൾ പ്രായോഗികമാക്കിയാൽ മതി. അപ്പം നല്ല ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എപ്പോഴും ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അതിനെപ്പറ്റി നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക, ആ രംഗത്ത് പരിചയമുള്ളവരുടെ ഉപദേശം തേടുക, പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ ഗൂഗിളിലൊന്ന് തിരഞ്ഞാലായിട്ട് അറിയാൻ സാധിക്കും. ഈ ഉൽപ്പന്നത്തിന് എവിടെയാണ് കൂടുതൽ മാർക്കറ്റ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞിട്ട് മാത്രം ചെയ്യുക. എങ്കിലും നല്ല അനുകൂല സന്ദർഭമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ബിസിനസ് വിപുലീകരണത്തിന് ശ്രമം ആരംഭിക്കും. കുടുംബാംഗങ്ങളുടെ പിന്തുണയൊക്കെ കിട്ടുന്നതാണ്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമാണ്. അത് കൂടെ പറഞ്ഞു പോയെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ടും ഏതെങ്കിലും രീതിയിൽ ബിസിനസ്സിനോ ധന ലാഭത്തിനോ സാധ്യതയുള്ള കാലമാണ്. അപ്പോൾ ഈ മകയിരം തിരുവാതിര പുണർന്ന നക്ഷത്രക്കാർക്ക് 9-ലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ 9-ൽ ശനി സഞ്ചരിക്കുന്ന സമയത്ത് അർഹതയില്ലാത്ത ധനം പെട്ടെന്ന് വന്നു ചേരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത്, അതായത് നമ്മളൊരു ബിസിനസ് ചെയ്ത് അതിലൂടെ ലാഭം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വേറൊരു അവസരം കൂടെ തുറന്നു വരുന്ന ഒരു ഘട്ടമായിട്ട് ഇതിനെ കണക്കാക്കാം. പെട്ടെന്നുള്ള ധനലാഭം, അതിനെപ്പറ്റി ഒരുപാട് വിശദീകരിച്ചു പോയാൽ വളരെ ബോറടിക്കുന്നുകൊണ്ട് പറയുന്നില്ല. എങ്കിലും പെട്ടെന്നുള്ളൊരു ധനലാഭം ശനിയുടെ സ്ഥാനം കൊണ്ട് ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. കൃഷി മുഖേനയും ധനം ലഭിക്കുന്നതാണ്. പിന്നെ ശുക്രൻ ജന്മക്കൂറിലാണ് സഞ്ചരിക്കുന്നത് ഇപ്പോഴും, പിന്നെ 2-ാം ഭാവത്തിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് വളരെ സുഖകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെ പല ആഡംബര വസ്തുക്കളും സ്വന്തമാക്കാനും സാധിക്കുന്നതാണ്. ദാമ്പത്യവും ഗുണകരമായിരിക്കും. വിലപിടിച്ച വസ്തുക്കൾ പലതും പാരിതോഷികമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വീട് മോടി പിടിപ്പിക്കാനും വാഹനം വാങ്ങിക്കാനും ഒക്കെയുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്. പക്ഷേ വ്യാഴം 12-ലാണ് നിൽക്കുന്നത് എന്നുള്ളത് എപ്പോഴും ദൈവാധീനം ഉണ്ടാകുന്നതിൽ നിന്ന് ഒരു തടസ്സമായിട്ട് വരും. 12-ലെ വ്യാഴം എന്ന് പറയുന്നത് ദൈവാധീനം കുറയ്ക്കുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സംരംഭത്തിലോട്ട് ചാടി ഇറങ്ങുമ്പോഴും ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് എല്ലാം ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയാൽ പോരാ. താൻ പാതി ദൈവം പാതി എന്നുള്ളത് തന്നെ തൻ്റെ ശ്രദ്ധ 50%-ലെങ്കിലും ഉണ്ടായിരിക്കണം. ബാക്കി 50% ദൈവം ശ്രദ്ധിച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ധനം നമുക്ക് പെട്ടെന്ന് ലാഭമൊക്കെ ഉണ്ടായാലും അത് പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ കഴിയണം എന്നില്ല. ചെലവ് അല്പം വർദ്ധിച്ചേക്കാം. ചൊവ്വയാണെങ്കിൽ ജൂലൈ 12 ആകുമ്പോഴത്തേക്കും ഇടവൻ രാശിയിലേക്ക് വരും, മേടത്തിൽ നിന്ന് ഇടവത്തിലേക്കാകും. അപ്പം മിഥുനം കൂറുകാരുടെ 12-ാം ഭാവത്തിലേക്കാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെലവ് വർദ്ധിക്കും. ദുർവ്യയം ആണ് 12-ൽ ചൊവ്വ വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ധനം ധാരാളമായിട്ട് വന്നാലും ദുർവ്യയം നടത്തിയാൽ അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാൻ വേണ്ടി എൻ്റെ കൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ബുധനെ കൊണ്ട് ധാരാളം ധനം ഉണ്ടാകും, ബുധൻ്റെ ട്രാൻസിറ്റും ഉണ്ട്. പക്ഷേ ഈ വ്യാഴത്തിൻ്റെ ദുസ്ഥാന അവസ്ഥയും ചൊവ്വ 12-ലേക്ക് വരുന്നതും ഒരു കരുതൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ധനം കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അടുത്ത 3 നക്ഷത്രങ്ങൾ ഉത്രം, അത്തം, ചിത്തിര എന്നിവയാണ്. ഉത്രത്തിൻ്റെ അവസാന 1/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി, ഇത്രയും നക്ഷത്രങ്ങളാണ് നമ്മൾ കന്നി കൂറിൽ ഉൾപ്പെടുന്നത്. എങ്കിലും നമുക്ക് ചിത്തിര പൂർണ്ണമായിട്ടും എടുക്കാം. കാരണം ചിത്തിര നക്ഷത്രം ഉൾപ്പെടുന്നത് കന്നിക്കൂറിലും തുലാക്കൂറിലുമാണ്. ഈ 2 കൂറുകാർക്കും ബുധൻ്റെ ട്രാൻസിറ്റ് കൊണ്ട് ഗുണമാണ്. ഉത്രം, അത്തം, ചിത്തിര ഇവരുടെ ഫലങ്ങൾ നമ്മൾ നോക്കുമ്പം കന്നിക്കൂറിൻ്റെ നാഥനാണല്ലോ ബുധൻ എന്ന് പറയുന്നത്. കന്നിക്കൂറിൻ്റെ 11-ാം ഭാവത്തിലേക്കാണ് ബുധൻ്റെ ട്രാൻസിറ്റ് വരുന്നത്. 11-ൽ ബുധൻ എന്ന് പറയുന്നത് ധനലാഭം ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. പുഷ്ടി എന്ന് പറഞ്ഞാൽ ധനലാഭം, ധനരംഗത്ത് പുഷ്ടി, ബിസിനസ്സിൽ പുഷ്ടി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം പുഷ്ടി, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കുക കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർ. ഇവർക്ക് ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വളരെ അനുകൂലമായ സന്ദർഭമാണ്. തടസ്സങ്ങളെ മറികടക്കാൻ തക്കതായ പ്രായോഗിക ബുദ്ധി ഉണ്ടാകുന്ന സമയമാണ്. കർമ്മരംഗത്ത് കൂടുതൽ അംഗീകാരം ലഭിക്കും. ബിസിനസ്സിൽ കൺസോർഷ്യമൊക്കെ രൂപീകരിച്ച് കുറേ ബിസിനസ്സുകാരുടെ കൂട്ടായ്മയൊക്കെ രൂപീകരിച്ച് സർക്കാരൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ ഭാവിയിലും ലഭിക്കാനായിട്ടത് ഗുണകരമാകും. ശുക്രനും കൂടെ 11-ലേക്ക് എത്തുന്നതോടെ വ്യാപാര വിജയം നന്നായിട്ട് വർദ്ധിക്കും. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപാരം
വ്യാപിപ്പിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വന്നെത്തും. പല പല പുതിയ മേഖലകളിലേക്ക് പരീക്ഷിക്കാനും സാധിക്കും. വ്യാപാരം എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കന്നിക്കൂറിൻ്റെ 6ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. 6ൽ ശനി സഞ്ചരിക്കുന്ന സമയം ഗുണകരമാണ്. ശത്രുനാശമാണ് ഉണ്ടാകുന്നത്. അപ്പം ബിസിനസ്സിൽ നമുക്ക് ശത്രുവായിട്ട് നിന്ന ആൾക്കാരൊക്കെ ശകലം അവരുടെ ഒരു ഡിക്ലൈൻ ഉണ്ടാകുന്ന സമയമാണ്. അവർക്ക് ഇച്ചിരി താഴ്ച ഉണ്ടാകും, നമുക്ക് ഉയർച്ചയുണ്ടാകും. ബുധനും തുടർന്ന് ശുക്രനും കന്നിക്കൂറുകാരുടെ 11ലേക്ക് വരികയും അതുപോലെ തന്നെ ഈ ശനി 6ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും നമുക്ക് വ്യാപാര ലാഭം കൂടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കടമൊക്കെ വീട്ടാനായിട്ട് സാധിക്കും. മുമ്പ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം കിട്ടുന്നതാണ്. ചിട്ടിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. രോഗങ്ങൾക്ക് ശാന്തി ഉണ്ടാകും, കാര്യങ്ങളിൽ വിജയവും ഉണ്ടാകും. അപ്പോൾ ഈ ശനി 6ൽ സഞ്ചരിക്കുന്നത് ഗുണകരമാണ് ഇതിനൊക്കെ. പിന്നെ കേതു ജന്മക്കുറിൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ചൊവ്വ 8ലും 9ലുമായിട്ടാണ് അവർക്ക് സഞ്ചരിക്കുന്നത്. അതായത് മേടത്തിലും ഇടവത്തിലുമായിട്ട് ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ് ഈ ബുധൻ കർക്കിടകത്തിൽ നിൽക്കുന്ന കാലം. അതുകൊണ്ട് അവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായേക്കാം. അതായത് നമ്മൾ വ്യാപാര ആവശ്യത്തിനൊക്കെ ആയിട്ട് പുറത്തു പോവുകയും ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. വയറിനൊക്കെ അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ അസുഖം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഫുഡ് കഴിക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന സാധനങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വയറിനൊരു ഈസിനെസ് കിട്ടുന്ന, വയറിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വസ്തുക്കളൊക്കെ കഴിച്ചാൽ മതി. കാരണം വ്യാപാരത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഓടി നടക്കേണ്ടി വരും, പക്ഷെ നല്ല ലാഭം ഉണ്ടാക്കാനും സാധിക്കും. പിന്നെ അവർ കുടുംബ ദേവതയ്ക്ക് വഴിപാടുകൾ ചെയ്യണം. ഗണപതി ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും വഴിപാട് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അടുത്തത് ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരാണ്. അതായത് തുലാക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ചോതിയും വിശാഖവും. വിശാഖത്തിൻ്റെ ആദ്യ 1/4 ഭാഗമാണ് വരുന്നതെങ്കിലും വിശാഖ നക്ഷത്രം പൂർണ്ണമായിട്ടും ഏകദേശം നമുക്ക് ബുധൻ്റെ ശുക്രൻ്റെ സ്ഥാനം കൊണ്ട് അതും കൂടെ പൂർണ്ണമായിട്ടും ഉൾപ്പെടുത്താം. അപ്പോൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 12, 9 എന്നീ ഭാവങ്ങളുടെ അധിപനാണ് ബുധൻ. അവരുടെ 10ാം ഭാവമായ കർക്കിടകത്തിലേക്കാണ് ബുധൻ ഇപ്പോഴ് വന്നിട്ടുള്ളത്. ബിസിനസ് നടത്തുന്ന ചോതി വിശാഖ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു സമയമാണ്. കർമ്മരംഗത്ത് ഗുണകരമായ സമയമാണ്. അപ്പോൾ അത് നമ്മളൊന്ന് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടാക്കാനുള്ള നിരവധി അവസരങ്ങൾ ഈ സമയത്തിൽ ഉണ്ടാകുന്നതാണ്. പല ആൾക്കാരും അവരുടെ ബിസിനസ് ഒന്ന് വികസിപ്പിക്കാനായിട്ട് നമ്മുടെ സഹായം തേടി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് അതിൻ്റെ ഏജൻസിയോ അല്ലെങ്കിൽ കമ്മീഷൻ വ്യവസ്ഥയിലോ നമുക്ക് വലിയ സാമ്പത്തിക മുതൽ മുടക്കില്ലാതെ മറ്റുള്ളവരുടെ ബിസിനസ് നമ്മളിലൂടെ ചെയ്യുന്നതിലൂടെ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ചോതി വിശാഖ നക്ഷത്രക്കാർ അങ്ങനെയുള്ള അവസരങ്ങളും കൂടെ ഒന്ന് തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുമ്പം നമ്മുടെ കൈ കൂടെ ചിലവായി പോകുന്നതാണോ എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, ഇത് ചിലവായില്ലെങ്കിൽ ഈ ഉൽപ്പാദകൻ തന്നെ അത് തിരിച്ചെടുത്തോളാം എന്നുള്ളൊരു വ്യവസ്ഥയും ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക. ഇങ്ങനെ ഒരു അവസരം വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളെ കൊണ്ട് നമ്മൾ ബിസിനസ്സിൽ വിജയിച്ച് നിൽക്കുന്നു. അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ പാർട്ടായിട്ട് മാറാൻ അല്ലെങ്കിൽ നമ്മളിലൂടെ ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ ചെയ്യാനായിട്ടാണ് മറ്റുള്ളവർ സമീപിക്കാനുള്ള സാധ്യതയുള്ളത്. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ചിലവിടാനായിട്ട് സമയമുണ്ടാകും. പൊതുവെ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. മംഗള പരിപാടികളുടെയൊക്കെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പിന്നെ ജോലി മാറാൻ ശ്രമിക്കുന്നവർക്ക് ഗുണകരമായ കാലമാണ്. ചിലരൊക്കെ ജോലി വിട്ട് ബിസിനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ പലതും കണ്ടെത്താനായിട്ട് കഴിയും. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമായ സമയമാണ്. മുടങ്ങിക്കിടന്ന പല ജോലികളും പല മേഖലകളിലുള്ള വ്യാപാര കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ഏറ്റെടുത്ത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ലോണുകളൊക്കെ അടച്ചു തീർക്കാൻ സാധിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് അല്പം അലച്ചിൽ കൂടുതൽ ഉള്ള സമയമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് കാര്യമായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലാഭം ഉണ്ടാക്കാനുള്ള ധാരാളം അവസരങ്ങൾ അവർക്ക് തെളിഞ്ഞു വരുന്ന സമയമാണ്. പിന്നെ അവരുടെ 5ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികമായിട്ട് ധനം ചെലവഴിക്കാനുള്ളൊരു പ്രവണത അവർക്ക് ഉണ്ടായേക്കാം. പക്ഷേ 6ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നത് അവർക്ക് ഗുണകരമാണ്. ഈ ചോതി വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്.
6ാം ഭാവത്തിലെ രാഹു കുറച്ച് ധനം നൽകുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. പിന്നെ ചൊവ്വ 7ലും 8ലുമായിട്ടാണ് ഈ സമയത്ത് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ശാരീരിക അസ്വസ്ഥത കുറച്ചൊക്കെ ഉണ്ടായേക്കാം. അല്പം ഡോക്ടറെ കാണേണ്ടതായിട്ടോ ചികിത്സിക്കേണ്ടതായിട്ടോ ഒക്കെ വന്നേക്കാം. അപ്പോൾ ശാരീരിക കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കുക. വലിയ രോഗങ്ങളൊന്നും വരികയില്ല കേട്ടോ. ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ. എങ്കിൽ പോലും ഒരല്പം തടസ്സം ഉണ്ടാക്കാൻ അതൊക്കെ കാരണമായേക്കാം. പക്ഷേ ബുധൻ നൽകുന്ന വ്യാപാര വിജയം ഇതിനൊക്കെ മുകളിലാണ്. ശുക്രനും കൂടെ അതേ രാശിയിലേക്ക് എത്തുമ്പോഴത്തേക്കും വ്യാപാര വിജയം വളരെയേറെ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഈ വരുന്ന ഏതാനും ആഴ്ചകൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ ബിസിനസ് നന്നായിട്ടൊന്ന് പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും നക്ഷത്രക്കാരാണ് ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാക്കാനായിട്ട് ബുധൻ്റെ ട്രാൻസിറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ നല്ല ലാഭം ഉണ്ടാക്കാൻ ഇടയുള്ള നക്ഷത്രക്കാർ. ഈ ബുധനെ മാത്രം ആസ്പദമാക്കി പറഞ്ഞാൽ വേറെ കുറച്ച് നക്ഷത്രക്കാരും കൂടി ഇതിനകത്ത് വരും. പക്ഷേ അവർക്ക് ശനിയും ചൊവ്വയും ശുക്രനും അനുകൂലം അല്ലാതെ വരുന്നതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. പൂർണ്ണമായിട്ടും ഗുണമായിട്ട് കണ്ട കുറച്ച് നക്ഷത്രക്കാരെ മാത്രമേ ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. മറ്റ് ചാനലുകളുമായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസം ഈ ഫലപ്രവചനത്തിൽ കണ്ടേക്കാം. എങ്കിലും ഗണിച്ച് കണ്ട കാര്യം ഇതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അനുഭവമായിട്ട് ഇതൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക. അപ്പോൾ ഏകദേശം ഒരു 85% 90%എങ്കിലും ഇത് കറക്റ്റായിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനിടയ്ക്ക് പിന്നെ തുലാക്കൂറുകാരുടെ വഴിപാടിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. തുലാക്കൂറുകാർ ശാസ്താവിന് വഴിപാട് ചെയ്യുക, ദേവിക്ക് വഴിപാട് ചെയ്യുക, കുടുംബ ദേവതയ്ക്കും വഴിപാട് ചെയ്യേണ്ടതാണ്. ശാസ്താവിന് നീരാഞ്ജനമോ നെയ്വിളക്കോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ മഹാലക്ഷ്മിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നത് ഈ സമയത്ത് ഗുണകരമാണ്, വ്യാപാര വിജയത്തിന് ഗുണമാണ്. അതുപോലെ തന്നെ ഈ ചെലവ് നന്നായിട്ടൊന്ന് കുറയ്ക്കാനും അതുകൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ബുധൻ്റെ ഈ കർക്കടകത്തിലേക്കുള്ള രാശിമാറ്റം ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നക്ഷത്രക്കാർക്കും ഏറിയും കുറഞ്ഞും ഇതിൻ്റെ ഫലം അനുഭവപ്പെടും. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും നന്മ വരട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.